ഞാനിപ്പോൾ പ്രാവച്ചമ്പലത്തു നിന്നും നമ്മളെ കരമന നിയമം പോകുന്ന വഴിയിലോട്ടാണ്. കരമന നിയമം അങ്ങോട്ടാണ്. വിക്ടോറിയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിയമം, അതിൻ്റെ ആർച്ചാണ്, വലിയ ആർച്ച്. നമ്മുടെ ഗവൺമെൻറ് UPS നിയമം. ഇവിടെ KG മുതൽ 7 വരെയുള്ള ഇവിടെയാണെന്ന് തോന്നുന്നു. എൻ്റെ പകുതി സെക്ഷൻ റോഡിൻ്റെ അപ്പുറത്താണ്. ഇന്ന് കാണിക്കാതെ നമ്മൾ ഇവിടുത്തെ അണ്ടർ പാസ് പാത്ത് വേ. മിക്ക സമയം വരുമ്പോൾ ഈ ഒരു ഷട്ടർ അടഞ്ഞു കിടക്കും. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോഴേ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ബസ് കൂടെ നോക്കി പോകുമ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ട്. പക്ഷേ ബൈക്കിലൊക്കെ പോലും ഇവിടെ യാത്ര ചെയ്യുമ്പോൾ പോലും ഞാൻ ഇവിടെ കൂടെ കയറിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. നമ്മളെ വെഡിസ്റ്റിയൻ പാർക്ക് വേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അണ്ടർ പാസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കൂടെ ബൈക്കിൽ പോകാറുണ്ട്, റോട്ടിൽ കൂടെ, മെയിൻ റോഡിൽ കൂടെ. പക്ഷേ അണ്ടർ പാസ് ഞാൻ ആദ്യമായിട്ടാണ്. ഇത് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതവിടെ നമ്മൾ ഇറങ്ങി വന്നത്. ഇതിൻ്റെ മുകളിലാണ് ഹൈവേ, നമ്മളെ നാഗർകോവിൽ ട്രിവാൻഡ്രം ഹൈവേ പോണത്. എത്ര പേര് ഈ ഒരു വാക്ക് വെച്ചിട്ടുണ്ടെന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. അത് ഇവിടെ മാത്രം പാത്ത് വേയും. ഇവിടെ എന്തോ സെറ്റപ്പ് വരുമെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും കൊള്ളാം. ഇതെല്ലായിടത്തും സക്കു ഫയാസ് _A-MMUUU. സഖു ആരോ പ്രേമിച്ചു, പക്ഷേ അത് മാറ്റി കളഞ്ഞു. ഇവിടെ കൂടെ നമ്മൾ വന്നു. ഇവിടെ കൂടെ ഇനി റോഡ് ക്രോസ് ചെയ്ത് മുന്നോട്ട് കയറാം. പക്ഷേ ഇത് നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ, റോഡ് ക്രോസ് ചെയ്യാൻ. എന്ത് ചെയ്യും, നമ്മൾ ഇത് കയറി റോഡ് ക്രോസ് ചെയ്തു. പിന്നെയും ഗവൺമെൻറ് UPS നിയമം ഗേറ്റിൻ്റെ വെളി വന്നിട്ടുണ്ട്. നമ്മൾ കയറിയത് അവിടെ കൂടെയാണ്. വന്ന് ഇവിടെ കൂടെ താഴെ കൂടെ വന്ന് ഇവിടെ കൂടെ ഇറങ്ങി. ഇത് അവിടെ കൂടെ ഇറങ്ങുമ്പോൾ തന്നെയാണ് തൊട്ടടുത്താണ് നിയമത്തിൻ്റെ ബസ് സ്റ്റാൻഡ്. ഇവിടെ ഇരിപ്പിടമൊക്കെ ഉണ്ട്. നമുക്കിനി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തും വണ്ടി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംഭവം ക്രോസ് ചെയ്ത് ഇറങ്ങിയത്. അടിപ്പാത സംഭവം. ഈ ഒരു ഹൈവേ പ്രാവച്ചമ്പലം കരമന അതുവരെയുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് ഇല്ല. ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് വലിയ ആവശ്യമുണ്ട്. എന്നാൽ നമ്മൾ കയറി അടുത്ത് തന്നെ പോവാം. ഇവിടെ നമുക്ക് കയറാം. നേരത്തെ ഇത് എക്സിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് എൻട്രി ആണ്. അതുകൊണ്ട് അപ്പുറത്തോട്ട് പോവാം. ഈ ഒരു ഷട്ടർ അടഞ്ഞു കിടക്കും എന്ന് പറഞ്ഞാൽ അവധി ദിവസങ്ങളൊക്കെ എല്ലാം ഈ ഒരു ഷട്ടർ അടപ്പാണ്. ഈ 4ാമത്തെ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയത് പറഞ്ഞാൽ 3 പ്രാവശ്യം ഇവിടുത്തെ ഷട്ടർ അടപ്പായിരുന്നു. വൈകിട്ട് ഇത് ഷട്ടറൊക്കെ അടഞ്ഞെടുക്കാൻ ഞാൻ കണ്ടിട്ടുള്ളത്. ക്രോസ് ചെയ്യാൻ എനിക്ക് വന്നു. ഈ ഒരു വഴിയാണ് ഇപ്പം നിലവിൽ അണ്ടർ പാസ് ആയിട്ടുള്ളത്. അല്ലാതെ അടച്ചിട്ടാൽ പിന്നെ റോഡ് മുറിച്ചെടുക്കാനേ വേറെ ഓപ്ഷനുള്ളൂ. നമ്മളെ തുടക്കം ചെയ്തെടുത്ത് എത്താറായി. ഈ പൊതു അവധികളിലൊക്കെ ഇത് ഈ ഷട്ടർ അടച്ചിടും. അപ്പോൾ ഈ ഒരു വാക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത് ഫുള്ളി സജസ്റ്റബിൾ ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന സംഭവമല്ല. എങ്കിലും വർക്കിംഗ് ഡേയ്സിൽ, ഇപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ, അപ്പോൾ ഇന്ന് തുറന്ന് നടക്കുകയാണ് സംഭവം. അണ്ടർ പാസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പെഡീഷ്യൻ വാക്ക് വേ അണ്ടർ പാസ്. ഞാൻ നിങ്ങൾ സ്വന്തം അഗ്നോൺസി സൈനിങ് ഓഫ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പുറത്ത് ടാറ്റ ബൈ ബൈ. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും വന്നുകൊണ്ടിരിക്കും. ഓക്കെ, നീ കാണാം. നെവർ സ്റ്റോപ്പ് റീഡിങ്.